ഈ ബജറ്റിന് മുൻപ് അത് പല ഘട്ടങ്ങളിലായിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനും ഒക്കെ എയിംസ് വരുമെന്ന് ആവർത്തിച്ച് നീട്ടി പറഞ്ഞ് പല ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞു. അത് എവിടെയെന്നുള്ളതായിരുന്നു സംശയം. ഇപ്പോൾ എയിംസ് വന്നില്ലെന്ന് മാത്രമല്ല, അത് ഒരിടത്തേക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. ഈ കേന്ദ്രമന്ത്രിമാര് കാര്യമായി പണിയെടുക്കുന്നില്ലേ കേരളത്തിന് വേണ്ടി? കേരളത്തിന് വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് സഹായമൊന്നും ചെയ്തിരുന്നില്ല. തരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പൈസ വാങ്ങി തരുമായിരുന്നല്ലോ. 1500 കോടി രൂപ കിട്ടാണ്ട് യാചിച്ച് നിൽക്കുകയല്ലേ നമ്മൾ. 1500 രൂപ കൂടി കിട്ടിയെങ്കിൽ നമ്മുടെ കുട്ടിയെ കൊടുക്കാൻ വേണ്ടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ സുപ്രീം കോടതി കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഈ അവർ സമരം ചെയ്യുന്ന പോലെയൊന്നുമല്ല. നമ്മൾ കുറ്റക്കാരേ അല്ല. കോടതി ആണ് അതിൻ്റെ വിധികൾ വന്നിട്ടുള്ളത്. കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എങ്കിലും അവരെ പരമാവധി സഹായിക്കുന്നതിനുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ NSSന് കൊടുത്ത അതേ വിധി അതേ രൂപത്തിൽ തന്നെ മറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ് തയ്യാറാണെന്ന് ഗവൺമെൻറ് അറിയിക്കാൻ വേണ്ടി സീനിയർ കൗൺസിലിന്, സാധാരണഗതിയിൽ നമ്മുടെ ജൂനിയേഴ്സ് ആരെങ്കിലും ചെന്ന് ഹാജരായാൽ മതി, സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്. 2-ാം തീയതി മറ്റോ അത് കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2-ാം തീയതി അല്ല, ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞല്ലോ. കാദർ കമ്മിറ്റിയുടെ ലേഖന റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അധ്യാപകരുടെ പുനരധിവാസവും ഒക്കെയാണ് നടക്കേണ്ടത്. അത് ചർച്ചയിലാണ്. അപ്പോൾ ഫൈനാൻസിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ. സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നങ്ങളുണ്ട് ഈ കാര്യത്തിൽ. ബഡ്ജറ്റിൽ അത് വന്നിട്ടില്ല, സാധ്യത കുറവാണ്. ഈ കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ബ്ലൂ പ്രിന്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. അതിനുശേഷം ബജറ്റിൽ പ്രതീക്ഷിച്ചു, അത് നടന്നില്ല. ഇപ്പം രാജീവ് പറയുന്നത് കേരളത്തിന് തന്ന പദ്ധതികൾ തീർപ്പാക്കുന്നത് കൊണ്ടാണ്, അത് തീർപ്പാക്കേണ്ടതാണ്. കേരളത്തിൽ NDA വന്നാൽ വല്ലതും കിട്ടും എന്നാണ് പറയുന്നത്. സർക്കാർ എയിംസിന് സ്ഥാനം ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് കേരളത്തെ പറ്റി അത്ര ധാരണയില്ലാത്തതിൻ്റെ പുറത്ത് പറയുക. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ എലിക തന്നെ അറിയില്ലല്ലോ. അദ്ദേഹത്തിന് കുറ്റമല്ല, അദ്ദേഹം ഇപ്പം വന്നേ ഉള്ളൂ. അദ്ദേഹം പിന്നെ ബാംഗ്ലൂരും പിന്നെ ഡൽഹിയിലും ഒക്കെ ആയിരുന്നല്ലോ. ഇനിയിപ്പം ഒരു 5-6 വർഷം കൂടെ കഴിയുമ്പോൾ അയാൾ ഇപ്പം നിയമത്തിൻ്റെ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ വഴികളൊക്കെ അറിയാം. അവിടെ എത്ര വാർഡിൻ്റെ കാര്യം ആൾക്കാരുണ്ടാവും, അതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ സംബന്ധിച്ചിടത്തോളം. ഇത് അദ്ദേഹം പറഞ്ഞ് എങ്ങനെ പറയുന്നത് അറിയില്ല. അയാൾ കണക്കുകൾ വെച്ച് പറയട്ടെ.